ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം. രാഘവ് ചന്ദ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ വളരെ കൃത്യമായി പാർലമെന്റിൽ എത്തിക്കുന്ന നേതാവ്. സിം റീചാർജ് മാസം 28 ദിവസം എന്ന് കണക്കാക്കി വർഷത്തിൽ 13 തവണ നമ്മളെ കൊണ്ട് റീചാർജ് ചെയ്യിപ്പിക്കുന്ന സിം കമ്പനിക്കാരുടെ കൊള്ള. റേഷൻ കാർഡിൽ പോലും വിരലടയാളം വെക്കാമെങ്കിൽ എന്തുകൊണ്ട് വോട്ടിംഗ് മെഷീനിൽ അത് വെച്ചുകൂടാ? ജനനം മുതൽ മരണം വരെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ടാക്സ് അടക്കുന്നത് മിഡിൽ ക്ലാസ് ആണ്. എന്നാൽ അവർക്ക് അതിനുള്ള യാതൊരു ആനുകൂല്യങ്ങളും ഇവിടെ ലഭിക്കുന്നില്ല. ബാങ്കിൽ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ സാധാരണക്കാർക്ക് വരുന്ന പെനാൾട്ടി. രാഷ്ട്രീയ പ്രവർത്തനം സർവീസാണോ ജോലിയാണോ? സർവീസ് ആണെങ്കിൽ പിന്നെ എന്തിന് ശമ്പളം, പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങൾ? ജോലിയാണെങ്കിൽ എന്തുകൊണ്ട് ഈ കാര്യക്ഷമമായ ജോലിയിൽ വിദ്യാഭ്യാസം നോക്കുന്നില്ല? എയർപോർട്ടിൽ ഫുഡിൽ ഇരട്ടി വില ഈടാക്കുന്നത്, ഒരു വെള്ളത്തിന് പോലും 200 രൂപയിൽ കൂടുതൽ കൊടുക്കുന്ന സാഹചര്യത്തിൽ നിന്നും 10 രൂപ ആക്കി മാറ്റിയ നേതാവ്. ഇതുപോലെ സാധാരണക്കാരുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും പാർലമെന്റിൽ ഉയർത്തി പറയുന്ന നേതാക്കളുണ്ടെങ്കിൽ മാത്രമാണ് ജനാധിപത്യം ശക്തമാകുന്നത്. ഇനിയുള്ള ഇലക്ഷനെങ്കിലും മതങ്ങൾക്ക് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന നേതാക്കന്മാർക്ക് വോട്ട് ചെയ്യാൻ ശ്രമിക്കും. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല, ഇത് നമ്മുടെ രാജ്യമാണ്.